എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻറ്റ്, പുള്ളി 10 lakhിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ പുള്ളി എൻ്റെ അടുത്ത് റിവ്യൂവിന് വേണ്ടി വന്നിട്ട് എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യണം എന്നുള്ളത് വന്നതാണ്. പുള്ളിയുടെ 80% അദാനിയിൽ മാത്രം ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അത് വളരെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പുള്ളിക്കാരന് അദാനി ഷെയർസിലോട്ടുള്ള താല്പര്യമുണ്ട്, ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷെ അവിടെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പോലും അവിടെ അത് അലൈൻഡ് ആവുന്നില്ല. അപ്പം എപ്പോഴും പുള്ളിയെടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞ നിങ്ങൾ ഇത് ഷെയർസ് ഓക്കെ ഫൈൻ, ഒരു ഓണർഷിപ്പൊക്കെ കിട്ടും, പക്ഷേ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ട്സിലൊരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിലോട്ട് നിങ്ങൾ കൈവയ്ക്കുക. അതും സ്വന്തമായിട്ട് താല്പര്യം, ചിലവർക്ക് ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ, അവർക്ക് ഓഫ് കോഴ്സ് സ്വന്തമായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിൻ്റെ പോർട്ട്ഫോളിയോസ് അവൈലബിൾ ആണ്, PMS അവൈലബിൾ ആണ്. ഇപ്പോൾ മിനി PMS എന്ന് പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ വലിയ ഫണ്ടൊന്നും വേണ്ട, PMSൻ്റെ ഫുൾ 50 lakhs റിക്വയർമെൻ്റ് ഒന്നുമില്ല, 2.5 lakh 5 lakhിൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസിലോട്ട് പോയി നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു ഓപ്ഷൻസ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ഒരു ബേസ് ഫൗണ്ടേഷൻ മ്യൂച്വൽ ഫണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ്.